ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയനാട്ടിലത്തെ അടുത്ത ഒരു കിടിലൻ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരു അഡ്വഞ്ചർ പാർക്കാണ്. നമ്മുടെ ലൊക്കേഷൻ ചേലോട് തന്നെയാണ് വരുന്നത്. നമ്മുടെ ചുണ്ടക്കടുത്താണ് നമ്മുടെ ചേലോട് വരുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. കിടിലനായ ആക്ടിവിറ്റീസാണ് വരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പോഴും ഈ ഒരു റോഡിൽ വരുന്ന ടൈമിൽ നമ്മളിതാ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു അട്രാക്റ്റീവായ ഈ ഒരു ബോർഡും ആ കാണുന്ന ആ ഒരു വണ്ടിയുമാണ്. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന 4 ആക്ടിവിറ്റീസ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 4 ആക്ടിവിറ്റീസും എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മളെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ നമുക്ക് ജീപ്പിലാണ് കയറി മുകളിലേക്ക് പോകേണ്ടത്. സിപ്പ് ലൈന് വരുന്നുണ്ട്, അതേപോലെ ലോങ്ങസ്റ്റ് സ്കൈ സൈക്കിള് വരുന്നുണ്ട്, ഒരു ജയിൻറ്റ് വിങ് വരുന്നുണ്ട്, അതേപോലെ പ്ലാന്റേഷൻ വാക്ക് വരുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്കിതാ ഈ ഒരു അഡ്വഞ്ചർ പാർക്കിൻ്റെ ഉള്ളിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാർക്കിൻ്റെ പേര് വാവ് പാർക്ക് എന്നാണ്. ലൊക്കേഷൻ നമ്മുടെ ചേലോടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീപ്പിലാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഈ ജീപ്പിനകത്ത് കയറിയിട്ട് നമുക്ക് നേരെ ഈ മുകളിലേക്ക് പോവാം. എല്ലാവരും ജീപ്പിനകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനത്തെ ഫ്രണ്ട്സ് ജീപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ നമുക്ക് 2-3-4 ജീപ്പാണ് വരുന്നത്. അപ്പോൾ ജീപ്പ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് എടുക്കും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിൻ്റെ ഡ്രൈവാണ് മുകളിലേക്ക് വരുന്നത്. നല്ല കിടിലൻ ഡ്രൈവാണ്. അപ്പോൾ മഴക്കാലമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് മണ്ണും പൊടിയൊക്കെ ആയി കിടക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഉള്ളൊരു അടിപൊളി റൈഡാണ്. അപ്പോൾ നമ്മളിതാ മുകളിലേക്ക് പോകും തോറും നമ്മളെ വയനാടിൻ്റെ ഒരു ഭംഗി കൂടി വരുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പച്ചപ്പിൻ്റെ ഇടയിലൂടെ ഈ ജീപ്പിൻ്റെ സൗണ്ടും കേട്ട് ഈ പൊടിയിലൂടെ പോകുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് കയറും തോറും നമ്മളെ കാറ്റിൻ്റെ ഒരു ഇത് കൂടി വരികയാണ്. നല്ല രീതിക്ക് തന്നെ കാറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ വന്ന് ഏറ്റവും മുകൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഏരിയ ആണ്. നല്ല മനോഹരമായൊരു വ്യൂ ആണ്. നമുക്ക് ഈ ജീപ്പ് സർവീസ് ഫ്രീ ആണ് വരുന്നത് മുകളിലേക്ക്. അപ്പോൾ നമ്മൾ മുകളിൽ വന്നിട്ടാണ് നമ്മൾ ഇവിടുത്തെ എൻട്രിയും ടിക്കറ്റും ചാർജൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനത്തെ ഏറ്റവും മുകളിൽ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഭംഗിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അങ്ങനത്തെ നമ്മൾ ജീപ്പിനകത്ത് വേറെ ഒരുപാട് ഫാമിലീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ജീപ്പിനകത്താണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നമ്മളിത് എത്തിയിട്ടുള്ളത്. ജീപ്പിൽ ഈ ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനത്തെ നമ്മൾ ജീപ്പ് ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങ് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ നമുക്ക് 4ഓളം റൈഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നമ്മളെ റൈഡിൻ്റെ ചാർജ് എല്ലാം വന്നിട്ടുള്ളത്. നമുക്ക് സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് 400 രൂപയാണ് നമുക്ക് ചാർജ് വന്നിട്ടുള്ളത്. അതേപോലെ നമുക്ക് സൈക്ലിങ് വരുന്നുണ്ട്. സൈക്കിളിൽ പോകാനും സെയിം റേറ്റാണ്, 400 രൂപയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ വരുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന അടക്കമാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അതേപോലെ നമുക്ക് ജയിൻറ്റ് സിങ് വരുന്നുണ്ട്. നമുക്ക് ഊഞ്ഞാലയിൽ ആടുന്ന പോലത്തെ ഒരു സംഭവം. അതിനകത്ത് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 350 രൂപയാണ് വന്നിട്ടുള്ളത്. 360 റൊട്ടേറ്റിംഗ് സൈക്കിളും വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 250 രൂപയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു 4ഓളം ഐറ്റംസ് റൈഡുകളുള്ള ഒരു കിടിലൻ ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ടോക്കന് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താൽ ടോക്കന് കിട്ടും. ആ ടോക്കൻ കാണിച്ചു കൊടുത്തിട്ട് വേണം നമുക്ക് ഓരോ ആക്ടിവിറ്റീസിലും കയറാൻ വേണ്ടിയിട്ട്. അങ്ങേ ഭാഗത്ത് നമുക്ക് സിപ്പ് ലൈനിൽ പോകണത് കാണാം. അതേപോലെ ഈ കാണുന്നത് ജയിൻറ്റ് സിങ് ആണ്, നമ്മൾ ഊഞ്ഞാലയിൽ ആടുന്നത് പോലെ. അതേപോലെ നമുക്ക് സിപ്പ് ലൈനിൻ്റെ ഒക്കെ ഏരിയാസ് ആ ഒരു ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ്റൂമിൻ്റെ ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സിപ്പ് ലൈനും സൈക്ലിങ്ങും ആക്ടിവിറ്റീസ് ഇതിനകത്താണ് നടക്കുന്നത്. നമ്മൾ സിപ്പ് ലൈന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ഏരിയയിൽ പോയിട്ടാണ് നമുക്ക് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് അങ്ങോട്ടും പോകുന്നുണ്ട്, അവിടുന്ന് റിട്ടേൺ ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും നമ്മൾ സിപ്പ് ലൈൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഫുൾ സേഫ്റ്റി മെഷേഴ്സ് ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ എന്തായാലും സിപ്പ് ലൈനിൻ്റെ ഈ ഒരു സംഭവം നമുക്ക് വേറെ ഇത് നോക്കാം. ഈ സിപ്പ് ലൈനിൻ്റെ ഈ ഒറ്റൊരു സംഭവത്തിന് നമുക്ക് ഇതും ചെയ്യാം, അതേപോലെ തന്നെ സൈക്ലിങ്ങും ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി പോവാണ്. നമ്മളിതാ ഫുള്ള് ഡ്രസ്സെല്ലാം ഇട്ട് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി പോവാണ്.
തമിഴിൽ കയറിയിട്ടുണ്ട്. നമ്മളിനി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു രക്ഷയില്ല, അടിപൊളി ഫീലാണ് ഗോയ്സ്. ചുറ്റിനും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 360 വ്യൂ ആണ്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഇനി ഇതാ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ പോകണം. ആ ഒരു കാര്യമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വരുത്ത് നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ നല്ല മനോഹരമായ വ്യൂ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ നേരെ തിരിച്ച് നമ്മളിതിൻ്റെ സ്റ്റെപ്പ് കയറുകയാണ്. ഇനി ഏറ്റവും ടോപ്പിൽ നിന്നാണ് നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ പോകുന്നത്. ഒരു രക്ഷയില്ല, ഒരു വേർഡ്സും ഇല്ല, അത്രയും അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആണ്. സിപ്ലൈനും വരുന്നുണ്ട്, നമുക്ക് സൈക്ലിങ്ങും വരുന്നുണ്ട്. രണ്ടും രണ്ട് ഫീലാണ്. നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ അതാ ഏറ്റവും മോൾ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നേരെ തിരിച്ച് റിട്ടേൺ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാ ഇവിടുന്നും നല്ല മനോഹരമായൊരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമുക്ക് നേരെ റിട്ടേൺ പോകണ കാഴ്ചകൾ കാണാം. നമ്മൾ റിട്ടേൺ പോവാണ്. ഒരു രക്ഷയില്ല, ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ ആണ്. അതപ്പോൾ സാൻ ലോ ആയിട്ടുണ്ട്. ഫ്രണ്ട്സ് റിട്ടേൺ ആയത് നമ്മളിതാ ഇവിടെ വന്നിട്ടാണ് എൻ്റെ ആയത്. നമ്മൾ സ്റ്റാർട്ടായത് മുകളിൽ നിന്നായിരുന്നു. നേരെ അങ്ങോട്ടേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് കയറി നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ റിട്ടേൺ ആയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് 250 മീറ്ററാണ് വരുന്നത്. റിട്ടേൺ അടക്കം നമുക്ക് 520 മീറ്ററാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 400 രൂപയും കൊടുത്തതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ശരിക്കും വേർത്താണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ വയനാടിൻ്റെ ഒട്ടുമിക്ക എല്ലാ പ്രദേശങ്ങളും നമ്മൾ തേയിലത്തോട്ടത്തിലൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറങ്ങി ഉഷാറായിട്ട് പോകാൻ വേണ്ടി കഴിയും. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ്. രാവിലെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല ഉഷാറ് ക്ലൈമറ്റ് ആയിരിക്കും. അതേപോലെ അങ്ങ് ദൂരെ കാണുന്നത് നമ്മളെ ചെമ്പ്ര പീക്കാണ്. നല്ല മനോഹരമായിട്ടാണ് നമ്മളെ ചെമ്പ്ര പീക്ക് അവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിലവിൽ നമുക്കൊരു 4-5 ഐറ്റംസ് മാത്രമേ വന്നിട്ടുള്ളൂ. കൂടാതെ നമുക്ക് ഒരുപാട് ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ റോഡ് നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ സിപ്പ് ലൈന് വരുന്നുണ്ട്. ആ സിപ്പ് ലൈനും ഇവിടെ താഴെ നടക്കുന്ന നമ്മുടെ ടൗണിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജും അതേപോലത്തെ ഒരുപാട് പുതിയ പുതിയ അഡ്വഞ്ചർ പരമായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ചെറിയ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അതേപോലെ വേറെ ഒരുപാട് അഡ്വഞ്ചർ പരമായിട്ടുള്ള ആക്ടിവിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു 4 കാര്യമാണ് നമ്മൾ ഇവിടുന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സിപ്പ് ലൈൻ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എൻഡാക്കിയിരിക്കുകയാണ്. നമ്മൾ ഉഷാറായി അങ്ങോട്ടേക്കും പോയി ഇങ്ങോട്ടേക്കും വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ സിപ്പ് ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് സിപ്പ് ലൈന് കഴിഞ്ഞ് വരുന്ന ആ ഒരു വഴിയിലാണ് നമ്മൾ 360 സൈക്ലിംഗ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് 2 പേർക്ക് ഇതിൽ കയറാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി 360 സൈക്ലിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ സൈക്ലിംഗ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ സിപ്പ് ലൈനിന് ഇട്ട സെയിം സാധനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് മാറ്റി ഇട്ടിട്ട് നമ്മൾ നേരെ സൈക്കിളിൽ കയറും. അങ്ങനെ എന്താ നമ്മൾ സൈക്കിളിൻ്റെ ഒരു കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാട്ടോ. ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. തിരിച്ചൊന്നും ചവിട്ടാൻ പാടില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് എൻഡിൽ എത്തുന്ന ഒരു പെഡൽ ചെയ്യുക, നിർത്താതെ പെഡൽ ചെയ്യുക. എൻഡിൽ എത്തുമ്പോൾ ഒന്ന് സ്ലോ ചെയ്യുക. ഓക്കെ, പിടിക്കാൻ നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ സൈക്ലിങ്ങിൽ കയറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് സൈക്ലിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ എയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കമ്പിയിലാണ് ഇപ്പം നമ്മളിതാ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്, പകുതി ന്യൂട്രലിൽ പോകുന്നുണ്ട്. നമ്മൾ മെല്ലെ ചവിട്ടി മൂവ് ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് മൂവ് ആയി പോകുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതെന്ന് പറയുന്നത്. പകുതി ആകുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഷെയ്ക്ക് ആവുന്നുണ്ട്, പക്ഷെ എന്നാലും അത് വല്ലാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും വന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തിരിച്ചു പോകുന്ന കാര്യങ്ങളും കൂടി നമുക്ക് കാണാം. അപ്പോൾ അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ തിരിച്ച് ഏരിയയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അങ്ങനത്തെ അപ്പം നമ്മൾ സൈക്ലിങ്ങും കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, അടിപൊളി എക്സ്പീരിയൻസ് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ്. എന്തായാലും വന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് നല്ല ലോങ് വരുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോകാനും പറ്റുന്നുണ്ട്, അതേപോലെ നമുക്ക് തിരിച്ച് വരാനും പറ്റുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി തിരിച്ച് വരണം. അപ്പോൾ അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. പകുതിക്ക് എത്തിയപ്പോൾ സാധനങ്ങൾ ഇളകിയിട്ട് വേറെ ലെവലാണ്. അപ്പം നമുക്ക് കൈ വിട്ട് പോകാം. ഓൾറെഡി ബാലൻസ്ഡ് ആയ സൈക്ലിംഗ് ആണ് അവർ നമുക്ക് നൽകുന്നത്. അപ്പോൾ കൈ വിട്ട് എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സൈക്ലിംഗ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ സിപ്പ് ലൈനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആണ്. രണ്ടും രണ്ട് ഫീലാണ്. ഒന്ന് നമ്മൾ സൈക്കിളിലാണ് പോകുന്നത്, ഒന്ന് നമ്മൾ കാരമ തൂങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫീലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സൈഡിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 30 കിലോൻ്റെ മുകളിലേക്ക് വന്നാൽ മതി. അതേപോലെ കുട്ടികളുടെ ലിമിറ്റ് അങ്ങനത്തെ കാരണങ്ങളൊന്നുമില്ല. 30 കിലോ വെയിറ്റിൻ്റെ മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ റൈഡിലൊക്കെ കയറി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ കറക്റ്റ് സെറ്റായി നിൽക്കുന്ന ഒരു കറക്റ്റ് ക്ലൈമറ്റ് ആണ്. നമ്മുടെ വയനാടിൻ്റെ പച്ചപ്പ് പ്രകൃതി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. വയനാട്ടിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ലോങ് വരുന്നുണ്ട്. നല്ല ഹൈറ്റാണ് നമുക്ക് ഫീൽ ആയിട്ടുള്ളത്. നല്ല ഹൈറ്റിൽ നമുക്ക് സിപ്പ് ലൈൻ ആണെങ്കിലും സൈക്ലിങ്ങിനാണെങ്കിലും പോകാൻ വേണ്ടി പറ്റി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടുത്തെ ഒട്ടുമിക്ക എല്ലാ 2 റൈഡിൽ നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഇനി 360യും അതേപോലെ തന്നെ നമുക്ക് ജൈൻറ്റ് സിംഗുമാണ് വരുന്നത്. അപ്പോൾ അതിൽ രണ്ടും നമ്മൾ കയറുന്നില്ല. അതിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെ ആളുകൾ വേണം. അതുകൊണ്ട് നമ്മൾ ഈ റൈഡിൽ നിലവിൽ ഇപ്പോൾ കയറുന്നില്ല. അപ്പോൾ ഈ 4 റൈഡാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പം 4 റൈഡും കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഫ്രണ്ട്സ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ക്ലൈമറ്റാണ്. നല്ല തണുപ്പും നല്ല കാറ്റുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിനി ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ജീപ്പ് തന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. വന്ന മാതിരി തന്നെ നമ്മൾ നേരെ തിരിച്ചിറങ്ങി പോവുകയാണ്. നമ്മളെ കൂടെ വേറെയും ഒരുപാട് ഫാമിലീസൊക്കെ നമ്മുടെ ജീപ്പിനകത്ത് ഉണ്ട്. നല്ല കിടിലൻ ജീപ്പ് ഡ്രൈവ് ആയിരുന്നു വന്നതും പോയതെല്ലാം. അങ്ങനെ നമ്മൾ ഏറ്റവും താഴെ പാർക്കിംഗ് ഏരിയയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് ഇവിടുന്ന് ഈ ജീപ്പിലാണ് നമ്മൾ മുകളിലേക്കും താഴേക്കും പോകുന്നത്. ആ റൈഡ് നമുക്കൊരു എന്താ പറയുക അഡ്വഞ്ചർ, നമ്മളൊരു ഓഫ് റോഡ് രീതിയിലാണ് നമ്മൾ പോകുന്നത്. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ത്രില്ലായിട്ടാണ് നമ്മൾ ആ ഒരു പോക്ക് മുകളിലേക്കും താഴേക്കും നമ്മൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇവർ നൽകുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ ആ ഒരു ഡ്രൈവ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ലൊക്കേഷനാണ്. നമ്മളെ വയനാട്ടിൽ വരുന്നവർക്കായിട്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ നൽകുന്ന ഒരു കിടിലൻ ലൊക്കേഷനാണ്. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.